തൃശൂർ ചാവക്കാട് നഗരസഭയിലെ മാലിന്യ കൂമ്പാരം ചീഞ്ഞു നാറുന്നു. മണത്തല ഐനുപുള്ളി 4 സെന്റിന്റെ അടുത്തുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റിലെ മാലിന്യങ്ങളാണ് കുമിഞ്ഞുകൂടിയത്. ഇതിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിരവധി പേരാണ്. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, മാലിന്യ സംസ്കരണ പ്ലാന്റാണ് തൃശൂർ ചാവക്കാട് നഗരസഭയിലെ മാലിന്യ കൂമ്പാരമാണ് ഇത്തരത്തിൽ ചീഞ്ഞു നാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കൃത്യമായി മാലിന്യം നീക്കം ചെയ്യുകയും സംസ്കരിക്കുകയും ചെയ്യാത്തതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രശ്നമായി അവിടെയുള്ള പരിസരവാസികൾക്കടക്കം ഇത് മാറിയിരിക്കുന്നത്? തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് ചാവക്കാട് നഗരസഭയുടെ കര മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുന്നിലാണ്. ഇവിടെയാണ് ഇത്രയധികം വർഷങ്ങളായി കുന്നുകൂടി മാലിന്യങ്ങൾ കിടക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. വർഷങ്ങളായുള്ള മാലിന്യം ഇവിടെ കുന്നുകൂടി കിടക്കുന്നുണ്ട്. ഇവിടെ അത് നീക്കം ചെയ്യുവാനുള്ള ഒരു നടപടിയും നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും ഉണ്ട്. എന്നാൽ ഇത് വേർതിരിക്കുവാൻ വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടില്ല. അത് കാരണം മഴക്കാലമായതോടുകൂടി തന്നെ ഈ ജൈവ മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ ഈ തോടിലൂടെ ഈ മാലിന്യ പ്ലാന്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയെത്തുന്നു. തുടർന്ന് മറ്റ് ഇതിന് സമീപമുള്ള വീടുകളിലേക്കും എത്തുന്നു, അവരുടെ ഈ കിണറുകളിലേക്കും. അതോടൊപ്പം തന്നെ അവർക്ക് സ്വസ്ഥമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലേക്ക് അവരെ ബാധിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു നടപടിയും നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെയധികം മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടി കിടക്കുമ്പോഴും ഈ ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾ അവർക്കൊക്കെ തന്നെ ശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. അവരൊക്കെ തന്നെ ഇവിടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ഈ കാലങ്ങളായി തന്നെ അവർ ഉയർത്തുന്ന ആവശ്യമായിരുന്നു ഇവിടെ നിന്നും മാലിന്യം നീക്കം ചെയ്യണമെന്ന്. എന്നാൽ ഇത്രയും വർഷമായിട്ട് മാലിന്യം നീക്കം ചെയ്യാൻ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് നിലവിലെ സാഹചര്യം? എന്താണ്? ഒരുപാട് പരാതികൾ പോയിട്ടുണ്ട്, എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരുപാട് പരാതി മറ്റേ കളക്ടറേറ്റിൽ ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു നടപടി ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴേ കാല് നിലത്ത് വെക്കാൻ പറ്റില്ല. ഈ വെള്ളത്തിൽ വെക്കുമ്പോഴേക്കും അത് നമ്മുടെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ഇൻഫെക്ഷനും അതൊക്കെ വരിക. പിന്നെ ആ വെള്ളം കൊണ്ട് വായൊക്കെ കഴുകും, വായലൊക്കെ ഇൻഫെക്ഷൻ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എങ്ങനെയാ വീട്ടിൽ ഓരോ ദിവസവും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊണ്ടുള്ളത്? മഴ ഫസ്റ്റിലേ പെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര സ്മെല്ലെടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇത് 30 വർഷമായി ഈ സാധനം ഇവിടെ വന്നിട്ട്. ഈ 30 വർഷമായിട്ട് ഞങ്ങൾ പല പ്രാവശ്യമായിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഇതിനൊരു നടപടി അവരെടുക്കണില്ല. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഇവിടുന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് 3 മാസം കൊണ്ട് ഇത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1.5 വർഷമായി ഇത് ഇപ്പോൾ പുറത്തേക്ക് ഇട്ടിട്ട്. ഈ പുറത്തേക്ക് ഇട്ടുള്ളത് കംപ്ലീറ്റ് ഈ തോടുകളിലാണ്. ഈ തോടുകളിൽ ഇത് വേർതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കുകൾ വേർതിരിച്ച് ഈ മെഷീനിൽ വേർതിരിച്ചിട്ട് കണ്ടമാനം ചെരുപ്പുകൾ ഉണ്ടായിരുന്നു. ഈ ചെരുപ്പ് കംപ്ലീറ്റും അവർ കുത്തി കുഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ കണ്ടാണ്. ഇതേപോലെ എന്ത് പറഞ്ഞാലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതേ പറയും അത് കംപ്ലീറ്റ് ഇപ്പോൾ പോവും. ഇപ്പോൾ MLA ഒക്കെ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് ഇപ്പോൾ 6 മാസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ഇവിടുന്ന് പോകുന്ന പറയണത്. കളിക്കുന്ന സ്ഥലം ഗ്രൗണ്ട് വരാൻ പോകണം, അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക. തീർച്ചയായും അത്രയധികം ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അതെ, ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും അസുഖങ്ങളാണ്. പിന്നെ കുടിവെള്ളം എന്ന് പറയുന്നത് ഞങ്ങളുടെ പരിസരത്തെ വെള്ളമൊക്കെ ഇപ്പോൾ ഈ പുഞ്ചപ്പുറം ഞങ്ങൾ ആദ്യമൊക്കെ നന്നായി ഉപയോഗിച്ചിരുന്ന വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന വെള്ളമായിരുന്നു. ഇപ്പോൾ കറുത്ത വെള്ളം മാലിന്യമുക്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പോയി നോക്കിയാലും കാണാം ചണ്ടി വന്ന് നിറഞ്ഞിട്ടും വെള്ളം കറുത്തതും കൊതുകിൻ്റെ ശല്യം വെച്ചെങ്കിൽ പറയാനും പറ്റില്ല. അപ്പം കുറേ കാലമായി സമരമാക്കിയിട്ട് നടക്കണം, ആരും തിരിഞ്ഞു നോക്കണില്ല. ഇതിലെന്താണ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള മറുപടി? പല തവണ ഈ പരാതികൾ നൽകിയിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? അതെന്താണെന്നറിയില്ല. നമ്മൾക്കിപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഒരു 10-25 വർഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മളെന്തെങ്കിലും കുറേ നാൾ ഇതേപോലെ ഇതിനെതിരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊന്ന് വന്നിട്ട് നോക്കും, ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും. ജസ്റ്റ് ഒരു പൊടിയിടുന്ന പോലുള്ള കാര്യങ്ങൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ഒരു 1.5 വർഷം മുന്നെയാണ് പറഞ്ഞത് ഇത് മൊത്തം ഇവിടുന്ന് എടുത്ത് പോകാൻ പറഞ്ഞിട്ടാണ് ബയോ മൈനിങ് തുടങ്ങാൻ പറഞ്ഞിട്ടൊരു പ്രോസസ്സ് തുടങ്ങാൻ പറഞ്ഞിട്ട് ഇവിടുന്നുള്ള ചപ്പുചവർ മൊത്തം എടുത്ത് പുറത്തേക്ക് ഇട്ടത്. പക്ഷേ അതിനിപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല. അതെടുത്ത് മൊത്തം പുറത്തേക്ക് ഇട്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 വർഷത്തെ സീസണിലെ മഴയാണ് ഇപ്പോൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മൊത്തം ഇത് വന്നിട്ട് നമ്മുടെ ഈ കനാലുകളിലേക്കാണ് പോകുന്നത്. അതിനൊരു ശാശ്വതമായ പരിഹാരം അവർ കാണുന്നില്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊന്ന് വരും, അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് ഇവിടെ കുറച്ച് പോയിണ്ടായിരുന്നു, ഇവിടെ ഒരാൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എടുത്തിട്ട് ശേഷം പിറ്റേ ദിവസം വന്നിട്ട് അവിടെ കുറച്ച് കച്ചറയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലിയർ ചെയ്തിട്ടു. ഇതാണ് അവർ ചെയ്യുന്ന പണി, അല്ലാണ്ട് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണുന്നില്ല. നമ്മൾ എന്ന് ചോദിച്ചാലും അവർ പറയുന്നത് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം അല്ല. ഞങ്ങളടുത്ത് ഒരു 3 മീറ്റിങ്ങിലാണ് ഞങ്ങളടുത്ത് പറഞ്ഞു, കഴിഞ്ഞ ഫെബ്രുവരിയിൽ പറഞ്ഞു 3 മാസത്തിൽ തീർക്കും പറഞ്ഞു. അത് കഴിഞ്ഞ ഇലക്ഷന് മുന്നേ ഞങ്ങളടുത്ത് വന്നിട്ട് ഞങ്ങളുടെ കൗൺസിലർ പറഞ്ഞു ഒരു
ജൂലൈ മാസത്തിലേക്ക് തീർക്കുന്നതാണ്. ഇപ്പോൾ ജൂലൈ ആയി, ജൂലൈയിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങളടുത്ത് ഒരു 6 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് തീർക്കുന്നതാണ്. അതായത് ഇതിങ്ങനെ നീണ്ട് പോവുകയാണ്. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റോ കാര്യങ്ങളോ ഒന്നും അവർ പറയുന്നില്ല. തെരുവ് നാശല്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. അതേപോലെ സ്മെല്ല്, ഈ വെള്ളം പോകുന്നത് മൊത്തം ഇവിടെ മത്തിക്കായലിലേക്കാണ് ഈ വെള്ളം പോകുന്നത്. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ പ്ലാസ്റ്റിക് മാലിന്യം ഇതുമായി വേർതിരിക്കാൻ പറ്റാത്തത് വർഷങ്ങളായിട്ട് തന്നെ അങ്ങനെ ഒന്നിച്ച് കിടക്കുകയാണ്. അപ്പോൾ മഴക്കാലമാകുമ്പോൾ ഇത് ഈ പ്ലാസ്റ്റിക് ഇറങ്ങിയിട്ടാണ് ഈ പാടത്തൊക്കെ കൃഷി നടത്താൻ പറ്റാതെ ഇരിക്കുന്നത്. ഇവിടെ നല്ല രീതിയിൽ കൃഷി നടന്നിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അതായിരിക്കണം കാരണങ്ങൾ, അത് തന്നെയായിരിക്കണം. അല്ലാതെ വേറെ നമുക്കൊന്നും പറയാനില്ലല്ലോ. കാരണം ഇവിടുത്തെ ഇതിങ്ങനെ പോകുന്നത് എല്ലാവർക്കും പ്രത്യക്ഷമായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ വേസ്റ്റ് മൊത്തം പോകുന്നത് അതിലേക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഇവിടുന്ന് ഈ പോകുന്നത്, ഈ കാന നേരെ പോകുന്നത് മത്തിക്കായലിലേക്കാണ്. അതിന് ചുറ്റുപാടും ഒരുപാട് വീടുകളും വേറെയുണ്ട്. പക്ഷെ പ്രത്യക്ഷമായിട്ട് അവരൊക്കെ ആർക്കും ഇത്ര ബുദ്ധിമുട്ടില്ലാത്ത കാരണം കൊണ്ടാണ് അവരിപ്പൊന്നും പ്രതികരിക്കാത്തത് ഇതിനെതിരെ. ഈ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ആ ഒരു ശാശ്വതമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇവിടെയുള്ള നാട്ടുകാരെ കാണിക്കുവാൻ വേണ്ടി ചെയ്തു വെക്കുന്നു എന്നുള്ളതാണ്. അതെ, ഇവിടെ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ നേതൃത്വത്തിൽ ആരെങ്കിലും വന്നിട്ട് കുറച്ച് ബ്ലീച്ചിങ് പൗഡറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് പൊടി പുകമറ സൃഷ്ടിക്കണ പോലെ ചെയ്തിട്ട് പോകും. അത്രമാത്രമേ ചെയ്യുള്ളൂ. ഇതിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതെ, ഞങ്ങൾ ഇതിന് ഒറ്റക്കെട്ടായിട്ടും ഞങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു. മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഇതിനെ ഒരുമിട്ട് ഇറങ്ങിയിട്ടുള്ളത്. വീട്ടിലൊക്കെ എങ്ങനെയാ അവസ്ഥ? കുട്ടികളൊക്കെ നിരവധി ഉള്ളതാണ്, അസുഖങ്ങളൊക്കെ. കുട്ടികൾക്ക് ത്വക്ക് രോഗങ്ങളും മറ്റും വയറിളക്കം അങ്ങനെയുള്ള രോഗങ്ങളാണ് കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടത്ര രീതിയിലുള്ള ചികിത്സ കൊടുത്താലും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ മണത്തല ഭാഗത്ത് 4 സെന്റിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപമുള്ള ജനങ്ങളാണ് ഈ ഒരു ദുരിതം അനുഭവിക്കുന്നത്. നിരവധി തവണയായി പരാതി നൽകിയിട്ടും കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം കാണുവാൻ ഈ അധികാരികൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ മാലിന്യം ഒഴുകി വീടുകളിലേക്കും അതോടൊപ്പം ഈ പാടത്തേക്കൊക്കെ ഇറങ്ങുന്നത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്നത്. രോഹിണി, മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി സംസ്കരിക്കാത്തതും മാലിന്യങ്ങൾ വേർതിരിച്ച് നശിപ്പിക്കാത്തതുമാണ് ഇതിന് പ്രധാന കാരണം. മഴക്കാലമാകുന്നതോടുകൂടി വലിയ ദുരിതത്തിലാണ് പ്രദേശവാസികൾ. അവർ തന്നെ അത് പങ്കുവയ്ക്കുന്നുമുണ്ട്. കാരണം ഈ ദുർഗന്ധം മൂലം ഇരിക്കാൻ വയ്യ. അതോടൊപ്പം തന്നെ ഇത് അഴുകിയ മാലിന്യം കുടിവെള്ളത്തിലും മറ്റും കലരുന്നു, കിണറുകളിലേക്കും ഒക്കെ ഇതിങ്ങനെ വ്യാപിക്കുന്നു. ഇത്രയധികം പരാതികളും പ്രതിഷേധവും ഒക്കെ ഉയർന്നിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു മറുപടി എന്താണ്? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ജനങ്ങൾ പ്രതിഷേധവുമായി വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ മാത്രം അധികാരികൾ വന്ന് ആ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും മാറ്റുവാൻ വേണ്ടി പെട്ടെന്നൊരു പുകമുറ സൃഷ്ടിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളെ ആ ഒരു സമയത്ത് തൃപ്തിപ്പെടുത്തി വിടുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കൃത്യമായി ശാശ്വതമായി ഇതിനൊരു പരിഹാരം വേണമെന്നുള്ള കാര്യമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം വർഷങ്ങളായി ഇവിടെ കെട്ടിക്കിടക്കുന്ന ഈ മാലിന്യം കാരണം അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടാണ്. കുട്ടികളും അതുപോലെ തന്നെ വൃദ്ധരുമൊക്കെ ഏറെയുള്ള ഒരു പ്രദേശമാണ്. അവർക്ക് ഈ അസുഖങ്ങൾ ഇത് കാരണം ഉണ്ടാകുന്നു. ഈ വെള്ളം, അതായത് കുടിവെള്ളത്തിൽ പോലും മാലിന്യം കലരുന്ന ഒരു സാഹചര്യം ഈ വർഷങ്ങളായി എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു 30 വർഷമായി ഈ ഒരു പ്ലാന്റ് തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഈ മാലിന്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പ്ലാസ്റ്റിക്കും അതോടൊപ്പം തന്നെ മറ്റു മാലിന്യങ്ങളും കൂടി ഇഴചേർന്ന് കിടക്കുകയാണ്. അതിനെ വേർതിരിക്കുവാൻ ഇവിടെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ കൃത്യമായിട്ടൊരു നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. കാരണം ഇത് വേർതിരിക്കുമെന്നുള്ള വാക്ക് ഇവിടെയുള്ള ജനങ്ങൾക്ക് കൊടുക്കുന്നു. എത്രയും പെട്ടെന്ന് ഇതൊരു നീക്കം ചെയ്യുമെന്ന് ജനങ്ങൾക്ക് വാക്ക് കൊടുക്കുന്നു. എന്നാൽ മാസങ്ങളായിട്ടും അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ജനങ്ങളുടെ പരാതി അത് അധികാരികളുടെ മുന്നിൽ പലതവണ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെയുള്ള ജനങ്ങളൊക്കെ വലിയ തരത്തിലൊരു ഒപ്പുശേഖരണമൊക്കെ നടത്തുന്നുണ്ട്. കേന്ദ്ര മന്ത്രി അടക്കം സുരേഷ് ഗോപി അടക്കം കാണുവാനാണ് ഇവിടെയുള്ള ജനങ്ങളുടെ തീരുമാനം. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം നഗരസഭ കാണണമെന്ന് തന്നെയാണ് ഉയരുന്ന ആവശ്യം. രോഹിണി, മനോജ്, നമുക്കറിയാം അതോടൊപ്പം വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. പ്രതിഷേധം കടുപ്പിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. തുടർ സമരങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് അവർ ആവർത്തിച്ച് പറയുക തന്നെയാണോ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് സമരവുമായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം ഇത്രയധികം തവണ പരാതി നൽകിയിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകാത്തതിലാണ് ഈ ജനങ്ങൾ ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ ഒരു പരാതികൾ പലതവണ നേരത്തെ സൂചിപ്പിച്ചു, വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇത്തരം കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പരാതികൾ കൊടുത്തിരുന്നു. അതിനുശേഷം നഗരസഭ അപ്പോൾ ഒരു പുകമറ സൃഷ്ടിക്കുന്നു. പിന്നീട്
പിന്നീട് തീരുമാനമുണ്ടാക്കാമെന്ന് പറയുന്നു. എന്നാൽ അതിലൊരു തീരുമാനം ഇതുവരെയും ഉണ്ടായില്ല. ഈ മഴക്കാലമാണ് ഏറ്റവും കൂടുതൽ ഈ അസുഖങ്ങളൊക്കെ കൂടുതൽ പകരുവാനുള്ള ഒരു സാഹചര്യം കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയധികം മാലിന്യങ്ങൾ ഒഴുകി പുറത്തേക്ക് എത്തുന്നത്. ഈ ഒഴുകിയെത്തുന്ന മാലിന്യം വീടുകളിലടക്കം എത്തുന്നതോടുകൂടി ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നേരത്തെ നമ്മളോട് പ്രതികരിച്ച അമ്മമാരുണ്ട്, അതുപോലെ തന്നെ കുട്ടികളുണ്ട്. അവരൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളൊക്കെ നിരവധിയായുണ്ട്. അവരൊക്കെ തന്നെ സ്കൂളിലൊക്കെ പോകുമ്പോഴും ഇതുവഴിയാണ് പോകേണ്ടതൊക്കെ. അപ്പോൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുദ്ധിമുട്ടിന്റെ വ്യാപ്തി അത് അധികാരികൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ്. അതെ, ഞങ്ങള് ഉണ്ണികളൊക്കെ ഇതിനെ പോകുമ്പോൾ മറ്റേ തെരുവ് നായ്ക്കളില്ലേ അവരുടെ ശല്യം, പിന്നെ അവർക്ക് സ്കൂളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ വയ്യാണ്ടാവുകയാണ്. മേത്ത് ചൊറിഞ്ഞിട്ട് കുളിച്ചോണ്ടിരിക്കുമ്പോൾ ചൊറിയുക. അപ്പോൾ അവർക്ക് പോകാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് ഒന്നരാടം ഒരു ലീവാണ്. പിന്നെ അവർക്ക് പുറത്തൊന്നും ഇറങ്ങി കളിക്കാൻ പോലും ഇവിടെ പറ്റുന്നില്ല. തീർച്ചയായും ഇതിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഒറ്റക്കെട്ടായി തന്നെ പ്രതിഷേധത്തിലോട്ട് സമരത്തിലോട്ട് പോകാൻ തന്നെയാണ്. അത് ശരിയാ, സമരം എടുക്കന്നെ, അല്ലാണ്ട് ഇത് കാര്യം നടക്കണ്ടേ. കാലം കുറേ ആയില്ല ഇതിങ്ങനെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യുക, എല്ലാവരും കൂടി സഹകരിക്കാൻ. ഇവിടെ ആരും സഹകരിക്കണവരുണ്ടാവില്ല. കുറേ രാഷ്ട്രീയക്കാരെ പിന്നാലെ അതിന് കാര്യം. തീർച്ചയായും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടിന് അധികാരികൾ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ സമരമാർഗം സ്വീകരിക്കുമ്പോൾ ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകും. അതിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ഈ അസുഖങ്ങൾ ഉണ്ടാകുന്നു. അതുപോലൊപ്പം ഈ തെരുവ് നായയുടെ ശല്യമൊക്കെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഈ തോട്ടിലൂടെ ഒഴുകി വീട്ടിലേക്ക് എത്തുമ്പോൾ കുടിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. വെള്ളം മഴക്കാലമായ പ്രളയം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 15 ദിവസം ഞങ്ങളെ വീട്ടിൽ നിന്ന് മാറി താമസിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചളിവെള്ളമല്ലേ കംപ്ലീറ്റ് നമ്മുടെ മുറ്റത്തേക്ക് വരുന്നത്. അതിൽ ചവിട്ടാനോ ജസ്റ്റ് ഒന്ന് ചവിട്ടാൻ പോലും പറ്റുന്നില്ല. കുളി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ അകത്തേക്ക് പിള്ളേർ കയറി കഴിഞ്ഞാൽ മേലാകെ ചൊറിഞ്ഞിട്ട് വയ്യ. ഷീജമ്മ എങ്ങനെ സ്കൂളിൽ പോവാ, ഡ്രസ്സ് പോലും ഇടാൻ പറ്റാതെ പുതച്ചിട്ട്, തുണി എടുത്തിട്ട് പുതച്ചിട്ടൊക്കെയാണ് കുട്ടി അന്നത്തെ ദിവസം സ്കൂളിൽ പോവാതെ ഇരുന്നത്. ഈ സ്മെല്ല് എങ്ങനെയാണ്? ഭയങ്കര സ്മെല്ല്, വളരെ സ്മെല്ല്. ഇപ്പം ഞങ്ങളെ വീട്ടിൽ ജസ്റ്റ് ആരെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ചോദിക്കുക, മക്കളെ നിങ്ങൾ എങ്ങനെ ഇവിടെ താമസിക്കുന്നതാ ചോദിക്കുന്നത്. ഞങ്ങൾ ഈ സ്മെല്ലെടുത്തിട്ട് ഞങ്ങൾക്ക് ഇതിന് അറിയാത്ത ജസ്റ്റ്. പക്ഷെ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ അവർ പറയണത് നിങ്ങൾ എങ്ങനെ ഇവിടെ താമസിക്കുന്നതാ ചോദിക്കണത്. നമുക്കതിന് മറുപടി ഇല്ല. നമുക്കൊരു ജസ്റ്റ് ഒരു 2 സെന്റ് സ്ഥലം വേറെ വാങ്ങിച്ച് പോവാനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയിരിക്കും. ഇത് ആരംഭിച്ച കാലം മുതൽ തന്നെ ഇങ്ങനെ അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനമാണോ ഇവിടെ നടക്കുന്നത്? ആരംഭിച്ചിട്ട് 30 വർഷമായി ഇത് തുടങ്ങിയിട്ട്. ഈ 30 വർഷം തൊട്ടിട്ട് ഞങ്ങൾ ഓരോ വർഷം മഴക്കാലം വരുമ്പോഴും ഞങ്ങൾ ഇതിനെ വേണ്ടിയിട്ട് പോരാടണം. വെച്ചാൽ എന്തേലും ഒന്ന് ജസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതിന് പറയുമ്പോൾ അപ്പം എന്തെങ്കിലും ഒന്നും ചെയ്യും. അത്ര തന്നെ ഉള്ളൂ അവർ ചെയ്യണത്. കൃത്യമായിട്ട് ഒരു നടപടി ഉണ്ടാകും. കൃത്യമായിട്ട് നടപടി ഉണ്ടാക്കുന്നുണ്ട് അവർ. എന്തായാലും ഇത് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. ഇതിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണം. അതിനുവേണ്ടി അധികാരികൾ കണ്ണു തുറക്കണമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ സമരരംഗത്തേക്ക് തന്നെ പോകേണ്ടി വരും. എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് ഇവിടെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ അധികാരികൾ ശ്രമിക്കണമെന്നാണ് ആവശ്യം. രോഹിണി. ശരി മനോജ്. തൃശൂർ ചാവക്കാട് നഗരസഭയിലെ മാലിന്യ കൂമ്പാരം ചീഞ്ഞു നാറുന്നു. മണത്തല അയിനപ്പുള്ളി 4 സെന്റിന്റെ അടുത്തുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റിലെ മാലിന്യങ്ങളാണ് ഇത്തരത്തിൽ കുമിഞ്ഞ് കൂടി പരിസരവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. എം മനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.